ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല. പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല. സ്വർഗ സന്തോഷമില്ല, നിത്യ സ്നേഹിതരില്ല. സ്വർഗ സന്തോഷമില്ല, നിത്യ സ്നേഹിതരില്ല. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. തന്നു നിൻ കൃപദാനമെന്നും ജീവിച്ചിടുവാൻ. തന്നു നിൻ കൃപദാനം ഇന്നും ജീവിച്ചിടുവാൻ. നിന്നാത്മ ശക്തിയാലെ നിത്യം നടത്തണമേ. നിന്നാത്മ ശക്തിയാലെ നിത്യം നടത്തണമേ. ലോകത്തിൽ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. എന്നോ മേഘത്തിൽ വരുമോ മധ്യാകാശത്തിൽ തൻ്റെ കാന്തയെ ചേർക്കുവാൻ. എന്നോ മേഘത്തിൽ വരുമോ മധ്യാകാശത്തിൽ തൻ്റെ കാന്തയെ ചേർക്കുവാൻ. വന്നു വിളിച്ചിടുമ്പോൾ അങ്ങു വസിച്ചിടും ഞാൻ. വന്നു വിളിച്ചിടുമ്പോൾ അങ്ങു വസിച്ചിടും ഞാൻ. ഇങ്ങുള്ള കഷ്ടം മറന്നു ഞാൻ ഗാനം പാടും. ഇങ്ങുള്ള കഷ്ടം മറന്നു ഞാൻ ഗാനം പാടും. ലോകത്തിൽ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. പാപിയ ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല. പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല. സ്വർഗ
സന്തോഷമില്ല നിത്യ സ്നേഹിതരില്ല സ്വർഗ സന്തോഷമില്ല നിത്യ സ്നേഹിതരില്ല ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൃപയും ഞങ്ങളുടെ കൂടെ ഇരുന്നു. ആപത്തു നിന്നും അനർത്ഥം ഞങ്ങളെ വിടുവിച്ചു കർത്താവേ. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് ഞങ്ങൾക്ക് നൽകി തന്ന നിൻ്റെ സ്നേഹത്തിനായ സ്തോത്രം. ഈ പകലിൽ ജീവിപ്പാൻ ആവശ്യമായ എല്ലാ സ്വർഗത്തിലെ കൃപകളും ഈ പ്രഭാതത്തിൽ ദൈവം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങളെ ഞങ്ങൾക്കുള്ളതിനെല്ലാം ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും പ്രിയപ്പെട്ടവരെയൊക്കെ ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. വിശേഷാൽ കർത്താവെ, ഞങ്ങൾ പാർക്കുന്ന ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ ദൈവം കാത്തു പരിപാലിക്കണമേ. ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും വിടുവിക്കണമേ. പെട്ടെന്നുണ്ടാകുന്ന സകല അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളുടെ ദേശത്തെ സംരക്ഷിക്കണമേ. ദേശനിവാസികൾക്കായ സ്തോത്രം, അയൽ ഭവനങ്ങൾക്കായ സ്തോത്രം. ഈ പ്രഭാതത്തിൽ എല്ലാ ഭവനങ്ങളെയും ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. എല്ലാ ഭവനത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പകലിൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരും രോഗികളായി ഭാരപ്പെടുവാൻ, ദുഃഖിതരായി തീരുവാൻ അനുവദിക്കാതെ എല്ലാവരിലും വിരിക്കപ്പെട്ട ചിറകിൻ്റെ സാന്നിധ്യം കുറവേ കൂടെ ഇരിക്കണമേ. അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തന മേഖലകളിലും യാത്രകളിലും ശുശ്രൂഷകളിലുമൊക്കെ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്കായി, പ്രിയപ്പെട്ടവർക്കായി, ഞങ്ങളുടെ എല്ലാ കർത്താവ് സ്നേഹിതർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ. ആവശ്യമായ എല്ലാ ദൈവകൃപയും പകരണമെന്ന് കൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവ്, ഞങ്ങൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വഷളത്വം നിറഞ്ഞ ഈ ലോകത്ത് കർത്താവ് ഞങ്ങളുടെ തലമുറകൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ രക്തക്കോട്ടയിൽ മറയ്ക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവർക്ക് ആവശ്യമെല്ലാ ദൈവകൃപയും അവരുടെ മേൽ പകരണമേ. പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ, ആയുസ്സും ആരോഗ്യം കൊടുക്കണമേ. വിശേഷാൽ ഈ ദിവസങ്ങളിൽ പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്നായി പരീക്ഷ എഴുതുവാൻ ദൈവം അവർക്ക് കൃപ കൊടുക്കണമേ. ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ ദൈവം കൃപ കൊടുക്കണമേ. നല്ല ഭാവി അവർക്കുണ്ടാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. പഠനത്തിനായി കടന്നുപോയിരിക്കുന്ന ഞങ്ങളുടെ അനേക കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പലരുമായിരിക്കുന്ന കർത്താവേ, അവരൊക്കെ ദൈവം സംരക്ഷിക്കണമേ. വിശേഷാൽ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അപേക്ഷിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹോസ്റ്റലിൽ കർത്താവെ പാർക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവിനെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാനിടയാകാതെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കർത്താവെ സംരക്ഷിക്കണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവകൃപ അവരുടെ മേലുണ്ടാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ, ആയുസ് കൊടുക്കണമേ, ആരോഗ്യം കൊടുക്കണമേ, നല്ല ഭാവി അവർക്ക് കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവെ രക്തക്കോട്ടയിൽ മറയ്ക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശേഷാൽ കർത്താവെ, ഞങ്ങളോട് പ്രാർത്ഥന മേടിച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കടഭാരത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഈ പകലിൽ അവരെല്ലാം ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു. വിശേഷാൽ എക്സാമിന് വേണ്ടി എക്സാം ചെയ്യുന്ന കർത്താവെ കൃപ എന്ന് പറയുന്ന കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം അവർ പ്രാർത്ഥന വീക്ഷിച്ചിട്ടുണ്ടല്ലോ കർത്താവെ. ആ കുഞ്ഞിൻ്റെ മേലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം വ്യാപരിക്കണമേ. ആ കുഞ്ഞിനെ നന്നായി പരീക്ഷ എഴുതുവാൻ ദൈവം ഇടയാക്കണമെന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ ആ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നട്ടലിൻ്റെ വേദനയാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ദൈവം അദ്ദേഹത്തെ സൗഖ്യമാക്കുന്നതിനായ സ്തോത്രം. ദൈവിക സൗഖ്യം തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങനെ പ്രാർത്ഥന വീക്ഷിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവം അവരുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് പരിഹാരം ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായി നിൽക്കുന്ന പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സഹോദരിക്ക് കർത്താവ് എത്രയും വേഗം തക്ക തുണയെ ദൈവം ഒരുക്കണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ വിഷയത്തിൽ മേലും ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തക്ക സമയത്ത് നല്ല ഭാവി തനിക്ക് വേണ്ടി ദൈവം ഒരുക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന മേടിച്ചിരിക്കുന്ന പലരുണ്ട് കർത്താവെ. അവരെയൊക്കെ കർത്താവുടെ വിഷയങ്ങളെയൊക്കെ നീറുന്ന വിഷയത്തോടെ ഭാരത്തോടെ ആയിരിക്കുന്ന വിഷയങ്ങളെയൊക്കെ ദൈവമേ നിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിച്ച് ഈ പ്രഭാതത്തിനിടയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടെയൊക്കെ ദൈവമേ വിടുതലും സൗഖ്യം ആശ്വാസവും ദൈവം പകരണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിശേഷാൽ കർത്താവെ, വേർപാടിൻ്റെ വേദനയിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങനെയുള്ള ഭവനങ്ങൾ വ്യക്തികൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അവരെ ഈ പകലിൽ കർത്താവെ നിൻ്റെ വചനമയച്ച് അവരെ ആശ്വസിപ്പിക്കണമേ. ദൈവം അവരെ മാറോട് ചേർത്ത് കർത്താവെ അവർക്ക് സ്വാന്തനം നൽകണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരുകര അവരുടെ കൂടെ ഇരിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന്മാർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ പകലിൽ അങ്ങനെയുള്ള എല്ലാ ദൈവദാസന്മാരെ തൃക്കരത്തിൽ സമർപ്പിക്കുന്നു. അവരുടെ യാത്രകളിൽ, അവരുടെ കർത്താവ് മീറ്റിങ്ങുകളിൽ ഒക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ. അവർ കർത്താവ് ക്രിസ്തുവിൽ കർത്താവെ അനേകരെ കർത്താവെ ക്രിസ്തുവിലേക്ക് ആനയിപ്പാൻ കർത്താവിൻ്റെ ദാസന്മാരെ വീണ്ടും ദൈവം ബലപ്പെടുത്തണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു. വാഹന അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അവരെ വിടുവിക്കണമേ. തിരുകരം അവരുടെ കൂടെ ഇരിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെയും അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ സുവിശേഷ വേലക്കാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ സുവിശേഷ മാധ്യമങ്ങൾക്കായി സ്തോത്രം. കർത്താവ് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട എല്ലാ ദൈവദാസന്മാരെയും ഈ പ്രഭാതത്തിൽ ദൈവം അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. തിരുകരം ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ സ്നേഹിതരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശ്വസ്തയോടെ നീതിയോടെ നിൻ്റെ സന്നിധിയിൽ ജീവിച്ച് നിനക്ക് പ്രസാദകരമായി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് തന്ന എല്ലാ ആത്മീക ഭൗതിക നന്മകൾക്കായി സ്തോത്രം, എല്ലാ ആത്മീക കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, അതെല്ലാം തിരുനാമ മഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. തിരുകരം കൂടെ ഇരിക്കണമേ. പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ നൽകി തരുന്നതിനായ സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.